ഇപ്പൊ രാവിലെ തന്നെ എണീച്ച് നമ്മള് പാലക്കയം തട്ടിലെ സൂര്യോദയം കാണാൻ പോകുന്നത്. ഒരു ഭ്രാന്ത് അങ്ങനെ നന്നാവുക. അച്ഛൻ അങ്ങെത്തി. അച്ഛൻ വെച്ചെടുക്കാൻ പോകുന്ന പോലെ അങ്ങ് പോകുന്നുണ്ട്. ഏതാ വ്യൂ നോക്കിയ കടല് കിടക്കുന്ന പോലെ മേഘങ്ങള്. യെസ്, റൈറ്റ് ടൈമിങ്ങിലാണ് നമ്മൾ പാലക്കയത്ത് എത്തിയത്. സൂര്യൻ ഉദിച്ച് വരുന്ന നല്ല അടിപൊളി വിഷ്വലാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്ന ഗ്രൂപ്പിന്റെ പാട്ട് ഇവിടെയാണ് സംഗതമാവുന്നത്. ജനാർദ്ദന മാഷി പാട്ട് പാടുന്നു. എന്റെ അമ്മ, നീ അന്നെ പറ്റി ഒന്നും പറ. അമ്മ അച്ഛനെ പറ്റി പറഞ്ഞു. ഉള്ളം കൈ ചൊറിഞ്ഞ സംഭവം. വലത് കൈ ചൊറിഞ്ഞാല് ധനലാഭം, ഇടത് കൈ ചൊറിഞ്ഞാൽ ധനനഷ്ടം. ഓ, അങ്ങനെയൊക്കെയുണ്ട്. രണ്ട് കൈയും ചൊറിഞ്ഞാലോ നഷ്ടവും ലാഭമില്ല. ജനക നരപതി മകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലുവും എന്നൊരു വരിയുണ്ട് രാമായണത്തില്. അർത്ഥം പറ. ജനക നരപതി മകൾ അതാരാ? സീത. ദശാസ്യനാരാ? രാവണൻ. രണ്ടുപേർക്കും ചെമ്മേ വിറച്ചിതു വാമഭാഗം. വാമം എന്ന് പറഞ്ഞാല് ഇടതുഭാഗം. രണ്ടാക്കും ഇടതുഭാഗം തുടിച്ചു. രാവണന് ദോഷമാണ്, സീതയ്ക്ക് മേന്മ ഗുണമാണ്. സ്ത്രീക്ക് ഇടതുഭാഗം തുടിക്കുന്നത് നല്ലതാണ്, പുരുഷന് വലതുഭാഗം തുടിക്കുന്നത് നല്ലതാണ് എന്നാണ് പഴയ സാമുദ്രിക ശാസ്ത്രം, ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത്. ടൈമിൽ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പും ചൂടും കലർന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നല്ല അടിപൊളി ഫീലാണ്. നമ്മൾ വന്ന് സൂര്യൻ ഉദിപ്പിച്ച് മുകളിലെത്തിച്ചിട്ടുണ്ട്. ഏതായാലും കൂട്ടുകാരി നമ്മൾ കോർത്ത കൈയഴിയാതെ എന്ന് കവി പാടിയ പോലെ അതുകൊണ്ട് അമ്മ കോർത്ത കൈ അയക്കാൻ നിൽക്കുന്നല്ലേ. ഈ ലോക വൃദ്ധദിനത്തിൽ നിങ്ങൾക്ക് മൂന്നുപേരും കൂടി എന്നെ ആദരിച്ചതിന് പ്രത്യേകം നന്ദി. പക്ഷെ അതാണ് ഇന്ന് നമുക്കറിയില്ലായിരുന്നു. 60 കഴിഞ്ഞാലേ വൃദ്ധനാവുന്ന. അപ്പൊ അച്ഛൻ മാത്രമേ വൃദ്ധനുള്ളൂ, നിങ്ങൾ വൃദ്ധയല്ല. പല വൃദ്ധന്മാരുണ്ട്. വിദ്യാവൃദ്ധൻ, വയോവൃദ്ധൻ, ധനവൃദ്ധൻ, കുലവൃദ്ധൻ, തപവൃദ്ധൻ, അങ്ങനെ 5 വൃദ്ധന്മാരുണ്ട്. നല്ല തന്നെ നമ്മളതിലെ വിടുക. ആയിക്കോട്ടെ, ശരി. നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങാണ്. ഇത്രയാണ് പാലക്കയത്തെ സൂര്യോദയ വിശേഷങ്ങൾ. അപ്പം ബൈ ബൈ, ടാറ്റ.